ഇന്നത്തെ എൻ്റെ റെസിപ്പി റംദാൻ്റെ 2 ദിവസം മുന്നേ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയ കാര്യങ്ങളാണ്. നമ്മൾ അടുക്കളയിലെ പണികളൊക്കെ ഈസിയാവും ഇതെല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ. അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയിൽ ഞാൻ കണ്ണച്ചത്തിരി, ഓറഞ്ച് ജ്യൂസ്, ബ്രെഡ് ക്രംസ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇവയാണ് ഉൾപ്പെടുത്തിയത്. ഇതെല്ലാം നമുക്ക് മിക്കവാറും എല്ലാ ദിവസവും ആവശ്യമുള്ള സാധനങ്ങളാണ്. അപ്പം അതൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആദ്യം കാണിക്കുന്നത് ഒരു ഓറഞ്ച് ജ്യൂസാണ്. അതിന് വേണ്ടി 4 ഓറഞ്ച് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ജ്യൂസറിലിട്ടിട്ട് ജ്യൂസ് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി മിക്സിയിലിട്ടിട്ട് വെള്ളം ഒഴിച്ച് ജ്യൂസ് എടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്തോളൂ, പ്രശ്നമില്ല. ഇനി ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ വെച്ചിട്ട് അടുപ്പ് ഓണാക്കിയിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാം. തീ കൂട്ടി വെച്ചിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് തിളച്ച് തുടങ്ങിയാൽ തീ കുറച്ച് വെക്കുക. ഇതിൻ്റെ സൈഡൊന്നും ഇങ്ങനെ കയ്യിലുകൊണ്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് വെള്ളമാക്കിയിട്ട്, അല്ലെങ്കിൽ അവിടെ ഡ്രൈ ആയി പോവും. ഇനി ഇത് നന്നായിട്ട് കുറുകുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇനി അതിലേക്ക് ഞാൻ നേരത്തെ എടുത്ത് വെച്ച ഓറഞ്ചിൻ്റെ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുകയാണ്. എനിക്കൊരു 4.5 കപ്പ് ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വെള്ളം ഒഴിച്ചിട്ടാണ് ജ്യൂസ് എടുത്തതെന്നുണ്ടെങ്കിൽ ഞാൻ പഞ്ചസാരയിൽ ഒഴിച്ച വെള്ളം നിങ്ങൾ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി നിങ്ങളെ ജ്യൂസിൽ വെള്ളം ഉണ്ടാവും, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇതാ ഈ പത പോലെ കാണുന്നത് പഞ്ചസാരൻ്റെ അഴുക്കാണ്. അത് ഓരോന്ന് കോരി ഒഴിവാക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഇതിലേക്ക് ഒരു 4 ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് അതിൻ്റെ നീര് ഒഴിച്ചു കൊടുക്കുക. ഒരു 5 മിനിറ്റും കൂടെ കുക്ക് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആവും. അതായിക്കഴിഞ്ഞാൽ അടുപ്പ് ഓഫ് ചെയ്യാം. അധികം തിക്കാവാൻ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തണുക്കുമ്പോൾ കുറച്ചുകൂടെ കട്ടിയാവും. അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ അത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഞാനിതൊരു കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ചൂടാറിയെന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക. ഇതൊരു 2 ആഴ്ച വരെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇനി ഇതെങ്ങനെയാണ് സെർവ് ചെയ്യുന്നതെന്നാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച സ്ക്വാഷിൻ്റെ ഈ ഗ്ലാസ്സിലേക്ക് 1/4 ഭാഗം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. അടുത്തതായിട്ട് ബ്രെഡ് ക്രംസ് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത്. കട്ട്ലറ്റ്, ചിക്കൻ റോൾ ഇതെല്ലാം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതാണ്. അതിന് വേണ്ടി 8 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് ഒരു മിക്സിൻ്റെ ജാറിലിട്ട് പിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്ത് കൊണ്ടുവരിക. ഇപ്പോൾ ഞാനിതാ പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിടുക. എന്നിട്ട് ഒന്നിങ്ങനെ വറുത്ത് കൊടുക്കുക. തീ കൂടിപ്പോരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം മീഡിയം ഫ്ലെയിമിലിടുക, പിന്നെ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കുക. ഇതിങ്ങനെ നന്നായി വറുത്തെടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്. അതിലുള്ള വെള്ളത്തിൻ്റെ അംശം ഫുള്ളായി നമ്മൾ പോക്കി കളയണം. ഇപ്പോൾ ഇതിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയിട്ടുണ്ട്. നമുക്കത് തൊട്ട് നോക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട് ഒരു സൗണ്ടിൻ്റെ വ്യത്യാസം. അതുപോലെ തന്നെ റവയൊക്കെ വറുത്ത് വെക്കുക. അല്ലെങ്കിൽ റവ പുറത്ത് വെച്ചാൽ ചിലപ്പോൾ കേടുന്നു എന്നൊക്കെ എല്ലാവരും പറയാറുണ്ട്. അപ്പോൾ അതിന് നല്ലതാണ് വറുത്ത് വെച്ചാൽ. ഈ ഒരു പരുവാവുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിത് എൻ്റെ ബോട്ടിൽസൊക്കെ നന്നായിട്ട് കഴുകി റമദാൻ്റെ മുന്നായിട്ട് എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചതാണ്. ഇനി ഇതിലൊക്കെ സാധനങ്ങൾ ഫില്ല് ചെയ്തിട്ട് പേര് എഴുതി വെക്കുകയാണ് ചെയ്യാം. അപ്പം ഇനി നമ്മൾ ബ്രെഡ് ക്രംസ് അതിലൊരു ബോട്ടിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചൂടാറിയെന്ന് ഉറപ്പ് വരുത്തണം. ചൂടാറിയതിന് ശേഷം മാത്രമേ ബോട്ടിലാക്കി വെക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതിൽ ആവി ഉറ്റി വീഴും, എന്നിട്ട് കേടൊന്ന് പോവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ അതാ എൻ്റെ ബ്രെഡ് ക്രംസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് നമ്മളെ കണ്ണച്ചത്തിരി, കോഴിക്കോടൊക്കെ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് കണ്ണച്ചത്തിരി. കണ്ണച്ചത്തിരി ഉണ്ടാക്കുന്നത് ഞാൻ ചെറിയൊരു അളവിലാണ് ഇപ്പോൾ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ആട്ടപ്പൊടി, ഗോതമ്പൊടിയാണ് എടുത്തത്. ഒന്ന് തരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1/4 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആട്ടപ്പൊടിയിൽ മാത്രം ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷേ കുറച്ചും കൂടി ഒരു ടേസ്റ്റി ആവാൻ വേണ്ടിയിട്ടാണ് മൈദപ്പൊടിയും കൂടി ചേർക്കുന്നത്. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഉപ്പ് എല്ലാ സ്ഥലത്തും എത്തിയെന്ന് ഉറപ്പ് വരുത്തുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും 1/2 ടീസ്പൂൺ നെയ്യും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഒരു 1/2 കപ്പ് വെള്ളം, നേരെ ചൂടുള്ള വെള്ളം കേട്ടോ. ജസ്റ്റ് കൈയിട്ട് നോക്കുമ്പോൾ അതായത് കൈയിട്ട് നോക്കിയിട്ടുണ്ട്. കൈ അങ്ങനെ ചൂടൊന്നും ആവണില്ല. ആ രീതിയിലുള്ളൊരു വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കുഴക്കുക. നന്നായിട്ട് കുഴക്കണം, എന്നാലേ നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് കുഴച്ചപ്പോൾ എടുത്തിട്ടുണ്ട്. അതാണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു 10-15 മിനിറ്റ്, ഒരു അരമണിക്കൂർ വരെ നമുക്ക് മൂടി വെച്ചിട്ട് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ മൂടി തുറന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് കുഴച്ചിട്ട് ഇങ്ങനെ നീളത്തിലാക്കി എടുക്കുക. എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക. നമ്മൾ ചപ്പാത്തിൻ്റെ ഒക്കെ ഒരു സൈസിനേക്കാൾ കുറച്ച്
കുറച്ച് വലിപ്പമധികം വേണം, കുറച്ച് കേട്ടോ, ചപ്പാത്തിനേക്കാളും കുറച്ചധികം സൈസ് വലിപ്പത്തിൽ ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് നല്ലൊരു ബോളാക്കി എടുക്കുക. എന്നിട്ട് പരത്തുക. നമുക്ക് സാധാരണ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ റൗണ്ടിൽ കുറച്ച് ആട്ടപ്പൊടി ഇട്ട് കൊടുത്തിട്ട് പരത്തിയെടുക്കുക. ഞാൻ കിച്ചൺ സ്ലാബിൽ വെച്ചിട്ടാണ് കേട്ടോ പരത്തുന്നത്. ഞാൻ ഇന്നലെ ചെയ്ത സമൂസ ഷീറ്റിൻ്റെ റെസിപ്പി കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അത് റൗണ്ട് ഷേപ്പായിട്ടുണ്ട്. റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുത്തതാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു ബ്രഷ് കൊണ്ട് ഒന്ന് ജസ്റ്റ് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഓയിൽ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് 4 സൈഡ്സൊന്നും ഒന്ന് മടക്കി കൊടുക്കാം. കുറച്ചൊന്ന് മൈദപ്പൊടിയോ ഗോതമ്പൊടിയോ ഏതെങ്കിലും ഒരു പൊടിയോ അല്ലെങ്കിൽ ഓയിലോ യൂസ് ചെയ്തിട്ട് ഒന്ന് പരത്തുക. ജസ്റ്റ് ഒന്ന് പരത്തിയാൽ മതി, അധികം പരത്തേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇങ്ങനെ എല്ലാ മൂലകളും തമ്മിലൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഈ കോർണറുകൾ മടക്കിയെടുത്ത് കഴിയുമ്പം അധികമായിട്ട് ഇങ്ങനെ തുറന്നു പോകരുത്. ഏതെങ്കിലും സൈഡ് വായ തുറന്നു പോകുന്ന രീതിയിലാവരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിത് ലാസ്റ്റ് പൊരിച്ചെടുക്കുമ്പോൾ നമുക്ക് എണ്ണ ഉള്ളിൽ കയറും. അപ്പം എണ്ണ കുടിക്കുന്ന പ്രശ്നമാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. ഇനി ജസ്റ്റ് ഒന്നും കൂടെ ഒരൊറ്റ പരത്തലും കൂടെ ഇങ്ങനെ ഒന്ന് മുകളിൽ കൂടെ പരത്തിയെടുക്കുക. ബാക്കിയുള്ള എല്ലതും നമ്മൾ നേരത്തെ പരത്തിയെടുത്ത പോലെ തന്നെ ആദ്യം റൗണ്ടാക്കിയിട്ട് പിന്നെ സ്ക്വയറാക്കി പിന്നെ ആ പൂവ് ഉണ്ടാക്കുക. അതേ രീതിയിൽ തന്നെ പരത്തിയെടുക്കുക. അപ്പോൾ ഇതെല്ലാം ഞാനിങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനിയുള്ള സ്റ്റെപ്പാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കുക. പരത്തി വെച്ച് നമ്മൾ കണ്ണച്ചത്തിരി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 10 സെക്കൻഡിൻ്റെ ഉള്ളിൽ 6-7 സെക്കൻഡ് മതിയാവും. അതിൻ്റെ ഉള്ളിൽ തന്നെ അത് മറിച്ചിടുക. വീണ്ടും തിരിച്ചിട്ട് കൊടുക്കുക. ഒരു 4-5 സെക്കൻഡ് വെക്കുക. തിരിച്ചെടുക്കുക. നമുക്ക് ഇനി ഇത്ര മതി എടുത്തിട്ട് നമ്മൾ ചൂടാറാൻ വേണ്ടി വെക്കുക ചെയ്യുന്നത്. തീയിൻ്റെ ചൂട് കൂടിപ്പോവരുത്. പിന്നെ അതുപോലെ തന്നെ കുറേ സമയം വെക്കും ചെയ്യരുത്. കുറേ സമയം വെച്ച് കഴിഞ്ഞാൽ ഇത് ഹാർഡായി പോകും. തീരെ വാവാതി ആവരുത്, അപ്പോൾ പൊട്ടിപ്പോവും ചെയ്യും. ബാക്കിയുള്ള എല്ലാം ഇതുപോലെ ഒരു 6 സെക്കൻഡുള്ളിൽ ചുട്ടെടുക്കുക. അപ്പോൾ ഇതെല്ലാം ചൂടാറിയിട്ടുണ്ട്. ഞാനിങ്ങനെ സ്റ്റാക്ക് ചെയ്തിട്ട് ഒരു ബോക്സിലാക്കിയിട്ട് വെക്കുകയാണ്. ബോക്സിൽ വെള്ളമൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം. എന്നിട്ട് നന്നായിട്ട് ചൂടാറണം, അതും ഉറപ്പ് വരുത്തുക. അല്ലെങ്കിൽ അതിനുള്ള ആവിറ്റി വീണിട്ട് കേടുവരും. നമുക്കിത് 2 മാസം വരെയൊക്കെ ഫ്രീസറിൽ സൂക്ഷിക്കുക. ഫ്രീസറിൽ വെക്കണേ, ഫ്രിഡ്ജിലല്ല. ഫ്രിഡ്ജിലാണെങ്കിൽ 1 ദിവസം 2 ദിവസം കൊണ്ടൊക്കെ എന്തായാലും എടുക്കണം. ഞാനിപ്പോൾ അത് 2 ആഴ്ച മുന്നേ ഉണ്ടാക്കി വെച്ചത് എടുത്ത് കാണിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പം അത് പുറത്തെടുത്തിട്ട് ഒരു 1/2 മണിക്കൂർ മുന്നേ പുറത്ത് വെക്കുക. തണുപ്പ് പോയി എന്ന് ഉറപ്പ് വരുത്തുക. ഇനി നമ്മൾ സാധാരണ പൊരിച്ചെടുക്കുന്ന പോലെ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എണ്ണ ചൂടായി കഴിഞ്ഞാൽ തിരിച്ച് മറിച്ച് വിട്ടിട്ട് പൊരിച്ചിട്ട് അത് പൊന്തി വരുമ്പോൾ കോരിയെടുക്കുക. ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും എങ്ങനെയാണ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഫ്രിഡ്ജിൽ, ഫ്രീസറിലല്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ 250 ഗ്രാം വെളുത്തുള്ളിയും 250 ഗ്രാം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. അതെല്ലാം നമുക്ക് തൊലി കളഞ്ഞെടുക്കുക. ഇനി ഇത് നന്നായിട്ട് വെള്ളത്തിൽ ഒരു കൊട്ടയിലിട്ടിട്ട് കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത്. കഴുകി കഴിഞ്ഞിട്ട് വെള്ളം നന്നായിട്ട് പോകാൻ വേണ്ടി വെക്കണം. വെള്ളം പോയി എന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് ഒരു തുണി കൊണ്ട് ഒന്ന് തുടച്ചെടുക്കുക. ഇനി ഇത് മുറിച്ചിട്ട് മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഓയിലും. ഉപ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തതാണ്. അപ്പോൾ അത് നന്നായിട്ട് ഒരു ബാച്ച് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ബാച്ചും കൂടെ അരച്ചെടുത്ത് നമുക്ക് കുപ്പിയിലിട്ട് കൊടുക്കാം. ഇഞ്ചിയും അതുപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ആദ്യം കഴുകി തുടച്ച് ചെറുതാക്കി മുറിച്ചു. ഉപ്പ്, എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കഴുകി തുടച്ച് വെച്ച് കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുപ്പീൻ്റെ മുകളിലും സൈഡിലും അതുപോലെ ഗാർലിക്കിലും ആക്കിയിട്ടുണ്ട്, ജിഞ്ചറിലും ആക്കിയിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടും അടച്ചു വെക്കുക. വെള്ളത്തിൻ്റെ അംശം ഇതിലൊന്നും ആവരുത്. സ്പൂണൊക്കെ ഇടുമ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ ആദ്യം കഴുകി തുടച്ച് വെക്കുമ്പോഴും വെള്ളത്തിൻ്റെ അംശമില്ലാന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ അത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. എല്ലാവർക്കും വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണേ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.